അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് പ്രാർത്ഥനയുടെ 6ാം ഘട്ടമാണ്. പ്രാർത്ഥന എന്നത് സർവേശ്വരനോടുള്ള അപേക്ഷ എന്ന രീതിയിൽ പരിഗണിച്ചാൽ ഈ ഘട്ടം ആണ് പ്രാർത്ഥനയുടെ അവസാന ഘട്ടം എന്ന് പറയാം. അപേക്ഷ എന്ന രീതിയിൽ 7ാം ഘട്ടം മറ്റൊരു തലത്തിൽ നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ആത്മീയ മാനസിക ആത്മീയ ജീവിതത്തിൻ്റെ വലിയ വികാസം പ്രാപിച്ചു കഴിയുമ്പോൾ എത്തിച്ചേരുന്നൊരു ഘട്ടമാണ് 6ാം ഘട്ടം. ഇതാണ് യഥാർത്ഥത്തിൽ കർത്താവ് ഗോകുൽത്താ മലയിൽ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി, തന്നെ നശിപ്പിക്കാൻ നോക്കുന്നവർക്ക് വേണ്ടി, തനിക്കെതിരെ നിൽക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. സാധാരണഗതിയിൽ അത്ര എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒരു പ്രാർത്ഥനയല്ല അത്. പ്രാർത്ഥനയുടെ ഏറ്റവും മകുടോദാഹരണമായി കർത്താവ് കാണിച്ചു തന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മെ ആരെല്ലാം ദ്രോഹിക്കുന്നുവോ, നമുക്കെതിരായി ആരെല്ലാം വരുന്നുവോ, നമ്മൾ സത്യസന്ധമായി ജീവിതം നയിക്കുന്നവരെങ്കിൽ, നമ്മൾ ആത്മീയ മാനസിക ജീവിത തലത്തിൽ ശുദ്ധിയുള്ള ഒരു ജീവിതം നയിച്ച് യഥാർത്ഥ ദൈവ പൈതലായി ജീവിക്കുന്നെങ്കിൽ, നമുക്കെതിരെ ആരെല്ലാം തിരിയുന്നുവോ, ആരെല്ലാം നമ്മളെ വെറുക്കുന്നുവോ, ഇതെല്ലാം അവരുടെ അറിവില്ലായ്മയാണ് എന്ന് കണ്ടെത്തി, അവരുടെ ഉൾക്കാഴ്ചയില്ലായ്മയാണെന്ന് കണ്ടെത്തി അവരുടെ അറിവ് തിരുത്തി കൊടുക്കണമെന്ന്, അവരുടെ അറിവില്ലായ്മ തിരുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കത്തക്ക രീതിയിൽ മനസ്സും ആത്മാവും വികസിച്ചെങ്കിൽ മാത്രമേ ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് കിടക്കാൻ പറ്റൂ. കർത്താവ് കാണിച്ചു തന്നതാണ്. താൻ സ്നേഹിച്ചവരും തന്നോടൊപ്പം നിന്നവരും എല്ലാവരും അവസാന സമയത്ത് തന്നെ തള്ളിപ്പറഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും അടുത്ത് നിന്ന ശിഷ്യന്മാർ പോലും ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയുമ്പോഴും, എത്രയെല്ലാം ദ്രോഹിച്ചാലും ചാട്ടവാർ അടിയേറ്റ് എല്ലാവരും വിട്ടുപോയി, ഒറ്റപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, എങ്കിലും അത്രയെല്ലാം പീഡകളേറ്റെങ്കിലും അവരോടൊന്നും ഒരു വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ ഭാഷ പ്രയോഗിക്കാതെ, ദൈവമേ, ഇതെല്ലാം അവരുടെ അറിവില്ലായ്മയിൽ നിന്ന്. യഥാർത്ഥത്തിൽ അറിവുള്ളവരാണെങ്കിൽ അവരത് ചെയ്യില്ല. കാരണം യഥാർത്ഥ ദൈവപുത്രനെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സത്യസന്ധമായി ജീവിക്കുമ്പോൾ, നമ്മൾ നേരിൻ്റെ മാർഗത്തിൽ പോരുമ്പോൾ, ആരെല്ലാം ഉപദ്രവിച്ചാലും അവർക്ക് ദ്രോഹം വരുത്തരുതേ, അത് അവരുടെ അറിവില്ലായ്മയാണ് എന്ന തലത്തിലേക്ക് നമ്മുടെ മനസ്സും ആത്മാവും ഉയർന്നെങ്കിലേ സാധിക്കുള്ളൂ. നമ്മൾ കണ്ടല്ലേ ഏറ്റവും ആദ്യത്തെ പടി, നമ്മളെ ദ്രോഹിക്കുന്നവരെല്ലാവരും നശിപ്പിക്കാനുള്ള പ്രാർത്ഥന. ഇവിടെ നേരെ വിപരീതമാണ്. അവരെല്ലാം നശിപ്പിക്കാതെ ചേർത്ത് കൊള്ളണം എന്നുള്ള പ്രാർത്ഥന. നമ്മുടെ ചിന്തയിലും മനസ്സിലും ആത്മാവിലും അത്രമാത്രം ആത്മീയ അനുഭവം വരുന്നവർക്ക്, ദൈവത്തോട് ഒട്ടി നിൽക്കുന്നവർക്ക് ആ തലത്തിലേക്ക് ഉയർന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് 6 പടികൾ 1 by 1 ആയിട്ട് നമ്മുടെ ചിന്ത കൊണ്ടും മനോശുദ്ധി കൊണ്ടും ജീവിതചര്യ കൊണ്ടും അത്രമാത്രം സ്വയം ശുദ്ധീകരണത്തിലൂടെ കടന്ന്, മനോനൈർമല്യത്തിലൂടെ കടന്ന്, ദൈവത്തോട് ഒട്ടി നിന്ന് ദൈവികമായ ആ ഒരു ആത്മീയ ശക്തി പ്രാപിച്ച് ശുദ്ധി പ്രാപിക്കുന്നവർക്ക് ആ തലത്തിലേക്ക് കിടക്കാൻ പറ്റുമോ? ആ തലത്തിലേക്ക് കിടക്കുക മീൻസ് ഇതൊരു പ്രാർത്ഥനയുടെ പരിപൂർണതയാണ്. ആ പരിപൂർണതയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന, അവിടെ ശത്രുതയില്ല. ഈ ലോകത്തിൽ ആരും നമ്മുടെ ശത്രുക്കളല്ല. നമ്മളെ ദ്രോഹിക്കുന്നവർ പോലും നമ്മുടെ ശത്രുവല്ല. അവരെയും സ്നേഹിക്കാൻ, ഉൾക്കൊള്ളാനുള്ള മനസ്സ് വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആത്മീയ പരിവർത്തനം, മാനസിക പരിവർത്തനം, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ശാരീരിക പരിവർത്തനം, എല്ലാവരിലേക്കും ഒരു അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കത്തക്ക രീതിയിലുള്ളൊരു ആത്മീയ പുരുഷനായിട്ട് മാറുന്ന ഘട്ടമാണ്. നമ്മളെ കാണുന്നവനും സമീപിക്കുന്നവനും എല്ലാം ആ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ആത്മകിരണത്തിൻ്റെ പ്രകാശങ്ങൾ അവരിലേക്കും പ്രതിഫലിപ്പിക്കത്തക്ക രീതിയിൽ സ്വയം ഉയരുന്ന ഒരു ആത്മപുരുഷനാകുന്നതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്ന ലക്ഷണമാണ്. അതാണ് പ്രാർത്ഥനയുടെ പൂർണ്ണതയായ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന തലത്തിലേക്ക് ഉയരുവാൻ സാധിക്കുന്ന പ്രാർത്ഥന.